രാവിലത്തെ വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് തുടങ്ങാം. നല്ല അടിപൊളി നല്ല ചക്കക്കുരു മാങ്ങയും മുള്ളം വറുത്തതും മുളകും പിന്നെ മാങ്ങ അച്ചാർ. ഇത് ചുമ്മാ ഇട്ടാട്ടോ. അപ്പം നമുക്കൊന്ന് ഊട് കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങാം. എന്ന് വെച്ചാൽ കുറേ അടുക്കി പറക്കാനുണ്ട്, ചാക്കിനകത്ത് കയറ്റാനുണ്ട്. അപ്പം നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല, അത് നമുക്ക് തുടങ്ങാൻ പയ്യെ. ഈ ചക്കക്കുരുമാങ്ങയും മുള്ളം വറുത്തതും ഈ കോമ്പിനേഷനെ വെല്ലാൻ ഈ ലോകത്ത് വേറൊരു കോമ്പിനേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. ആ മാങ്ങാച്ചാറ് തന്നെ എടുത്തു തിന്നണു. പണിയുണ്ടോ നമുക്ക്? ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് അപ്പു ചോറ്റാനിക്കരാമേനെ ഇങ്ങനെ നോക്കി വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കി നിന്നു. വലിയ കുഴപ്പമില്ലാതെ വരച്ചൊപ്പിച്ചു എന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റ് പറഞ്ഞാൽ ഉച്ചയായപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ മൂഡ് കിട്ടിയില്ല. എന്നാന്ന് വെച്ചാൽ തല പൊളിഞ്ഞു പോയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ടാബ്ലറ്റൊക്കെ കഴിച്ച് ഒന്ന് കിടന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായപ്പോഴത്തേക്കും തലയൊന്ന് നേരെ നിന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയില്ല. ഒരു കുഞ്ഞു മടി മനുഷ്യനെ ഇല്ലാതാക്കുമെന്നാണ്. അതൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മൾ പാത്രമൊക്കെ അടിയിൽ നിന്ന് പറക്കുക. ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പാടാണ് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നു, അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നു. അയ്യോ മടുത്ത് അടുക്കള കുരുതിക്കളമായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, എല്ലാം കൂടെ അങ്ങ് നിരത്തിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഈശ്വര എനിക്ക് ഇത്രയും പാത്രങ്ങളൊക്കെ ഉണ്ടോ എന്ന്. കാരണം ഇതിൽ പകുതിയും എടുക്കാത്തതാണ്. കുറേയൊക്കെ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ആക്രിക്ക് കൊടുക്കാതൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് നമ്മൾ ചാക്കിനകത്തേക്ക് വെക്കുകയാണ്. ഒത്തിരി ഒന്നും ഇല്ലയെന്ന് ഓർത്ത് തുടങ്ങിയതാണ്. പക്ഷേ ചാക്കുകൾ ഇങ്ങനെ പടപടാന്ന് ഞാനിങ്ങനെ കുഞ്ഞിനോട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, പാത്രങ്ങളിങ്ങനെ എടുത്ത് വെച്ച് എൻ്റെ നടു ഒടിഞ്ഞു. ഇനി വേറെ വീട്ടിൽ ചെന്നിട്ട് ഇത് നേരെ എന്താ പറയുക, ഇതുപോലെ തന്നെ അടുക്കി വെക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലും വലിയ മനോവിഷമം. പാത്രങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയതേ ഉള്ളൂ കേട്ടോ. ഇനിയും കിടക്കുവാണ്. അരിയോഹര എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അന്നേരമാണ് അഭിത്തരം കുറച്ച് മീനുമായിട്ട് വന്നത്. അപ്പോൾ കയ്യോട് തന്നെ മീൻകറി അങ്ങ് വെച്ചിട്ട് ബാക്കി പണി അങ്ങ് തുടരാൻ ഓർത്തു. ഭയങ്കര ഉഡായിപ്പ് മീൻകറി ആയിരുന്നു കേട്ടോ. ഞാൻ വെച്ചോണ്ട് പറയല്ല, ഭയങ്കര ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങേറ്റ ഉഡായിപ്പ്. അപ്പോൾ മഞ്ഞപ്പൊടി മുളകുപൊടിയൊക്കെ തീരാറായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. അങ്ങനെ നമ്മുടെ വാർഡ്രോബും ഒക്കെ എല്ലാം ക്ലീനാക്കി കേട്ടോ. അങ്ങനെ എല്ലാം ക്ലീനാക്കി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം താഴത്തേക്ക് എടുത്ത് വെച്ചത്, മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാൻ നേരത്തൊക്കെ പാക്ക് ചെയ്താൽ മതിയല്ലോ. ഗ്യാസ് സ്റ്റവ് ഒക്കെ അങ്ങനെ മീൻകറിയൊക്കെ വെച്ച് സെറ്റാക്കി. തെർമൽ കുക്കറ് പിന്നെ വേസ്റ്റ് കളയാനുള്ള കുറച്ചുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലേറ്റ്സൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടത് മാത്രമേ അങ്ങ് എടുത്ത് വെച്ചു. അയ്യോ, പാൽപാത്രം എടുത്ത് വെച്ചില്ല, എടുത്തേക്കട്ടെ. ഒന്നും ആയിട്ടില്ല. പപ്പായ പറയും പോലെ മൂലേ പോലും കടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ മൂലേ പോലും ആയിട്ടില്ല. ഇനിയിപ്പോൾ എടുത്തു വെക്കലൊക്കെ ഇനിയും കിടക്കുക. പാക്കിങ്ങും കാര്യങ്ങളും ഡ്രസ്സുകൾ അതങ്ങനെ കിടക്കണം. ഇനി ഇതെല്ലാം വണ്ടിക്കകത്തിൽ പോലെ അവിടെ ചെന്ന് അടുക്കൽ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. സാരമില്ല, എല്ലാം ശരിയാവും. അപ്പോൾ ഇനി എനിക്കൊന്ന് മേല് കഴുകണം, എന്നിട്ട് ഒന്ന് കിടക്കണം. തലവേദന പിന്നെയും തുടങ്ങി. എൻ്റെ ഈ കണ്ണ് ചെറുതായിട്ടിരിക്കണുണ്ടോ? ഏത് സൈഡിലാണ് തലവേദന? ആ കണ്ണ് ചെറുതാവും. അത് ഇപ്പോഴിങ്ങനെ കുറച്ചറിയാൻ തോന്നും. ഈ സൈഡിൽ കൂടി ഇങ്ങനെ വേദന എടുത്തിട്ട് അതിനെ വിക്സിൽ വെച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിരിക്കുമ്പോഴത്തേക്കും ഓക്കെ ആവും. ഞാൻ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്നെന്ത് ചെയ്യാമെന്ന് വെച്ചത് പറ്റത്തില്ല. എന്നാലും ഈ ദിവസങ്ങൾ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും പാട്. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അവിതൻ്റെ അച്ഛനും അമ്മയൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുവാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയി ഇന്ന് മേല് കഴുകട്ടെ. കിടക്കണം കണ്ടപ്പോൾ നാളെ രാവിലെ ഇതിനകത്തേക്ക് അടുക്കളയിലേക്ക് കയറണല്ലോ ഭഗവാനേ നോക്കുമ്പോഴാണ് ആവി എടുക്കും. അപ്പം വേഗം മേല് കഴുകിയിട്ട് കിടക്കട്ടെ. നോക്കുന്നത് എല്ലാം എടുത്ത് വെക്കണം. ഇനി കിഴങ്ങ്, സവോള, ഉള്ളി അതൊക്കെ, പിന്നെ അരി, ഗ്യാസ് കുറ്റി 2 എന്താണേലും കുറച്ച് പണിയുണ്ട്. മസാജ് ചെയ്യണ്ട. ഇപ്പം സമയം 11:15. ഇതുവരെ നട്ടലൊടിയണ പണി. അപ്പം കുളിച്ച് ഫ്രഷായി ഞാനും കുഞ്ഞിനൊക്കെ കിടക്കാൻ പോവാണ്. അയാളുടെ അച്ഛനും മോളും താഴെ കിടപ്പുണ്ട്. ഞാനും കുഞ്ഞിനും ഇവിടെ കിടക്കും.
നമ്മൾ എല്ലാവരും റീഅറേഞ്ച് ഒക്കെ ചെയ്യണ വരെ ഇങ്ങനെ തന്നെയായിരിക്കും ഓട്ടവും പാച്ചിലും ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയുണ്ട്, ഇഷ്ടംപോലെ അടുക്കി പറക്കാനൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് തുണികൾ. ഇനി ഇവൻ്റെയൊക്കെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ കിടക്കണം ഒരു ലോഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം, അല്ല ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇത് എൻ്റെ മാഷ്ടിക തുളസി, ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഇത് നെറ്റിട്ട് തൂത്ത് വേണം ഉറങ്ങാൻ. അപ്പോൾ ടാറ്റ, അടുത്തൊരു ബ്ലോഗിൽ കാണാം.